കബദ്. മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചത് ക്ലേശത്തിൽ നിന്നാണ്. മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചത് പ്രയാസത്തിൽ നിന്നാണ്. പ്രയാസമില്ലാത്ത മനുഷ്യരില്ല. ചിലർക്ക് സമ്പത്തില്ലാതെ കടബാധ്യതയുടെ പ്രയാസം, സമ്പത്തുണ്ടെങ്കിൽ അവന് രോഗത്തിന്റെ പ്രയാസം. ഇങ്ങനെ നാനാജാതി ഏതാണ്ട് ഈ ഭൂലോകത്തിൽ യാതൊരുവിധ പ്രയാസമില്ലാത്ത, ദുഃഖമില്ലാത്ത, സങ്കടമില്ലാത്ത ഒരാളെ പോലും നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടാൻ കഴിയില്ല എന്നതാണ് മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ സ്വഭാവം. ഏതെങ്കിലും ഒരു രീതിയിൽ എന്തെങ്കിലും ഒരു പ്രയാസം മനസ്സിലില്ലാത്ത ഒരാളുണ്ടാവില്ല. യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും എപ്പോഴും ദുആ ചെയ്യുന്നതും എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനോട് പറയുന്നതും അള്ളാഹുവേ ഈ ജീവിതത്തിന്റെ പ്രയാസം എപ്പോഴും മാറിക്കിട്ടുമെന്ന്. എപ്പോഴും നമ്മുടെ ദുആ എന്താ? അള്ളാഹുവേ, നിസ്കാരപ്പായിൽ മുസല്ലയിൽ കിടന്നുകൊണ്ട് കരഞ്ഞ് കണ്ണുനീരൊടുക്കി ദുആ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ? അള്ളാഹുവേ, ഈ ദുനിയാവിൽ എന്നെ ഇങ്ങനെ ദുഃഖിപ്പിക്കുന്നത് എന്തിന്? എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത് എന്തിന്? അള്ളാഹുവേ, ഈ പ്രയാസങ്ങൾ, ഈ ആധികൾ, ഈ വ്യാധികൾ, ഈ പ്രയാസങ്ങൾ, ഈ ദുഃഖങ്ങൾ, ഇതൊന്നും എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല തമ്പുരാനെ. എന്റെ എല്ലാ പ്രയാസവും അള്ളാഹുവേ ദുനിയാവിന് മാറ്റിത്തരണേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോ യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും മറന്നു പോകുന്ന വളരെ പരമപ്രധാനമായ ഒരു സംഗതിയുണ്ട്. യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ പ്രയാസം ഒരു മനുഷ്യൻ നേരിടേണ്ടത് ഭൂമിയിലല്ല, ആഖിറത്തിലാണ്. പക്ഷേ നമ്മൾ ആരും അള്ളാഹുവിനോട് അള്ളാഹുവേ എന്റെ പരലോകത്തിന്റെ പ്രയാസങ്ങൾ മാറ്റിത്തരണേ എന്ന് ദുആ ചെയ്യുന്നവർ വളരെ കുറവാണ്. യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ പ്രയാസം എവിടെയാ? ഏറ്റവും വലിയ പ്രതിബന്ധം എവിടെയാ? ആരും ആരെയും സഹായിക്കാനില്ലാത്ത, ഒരാള് മറ്റൊരാളെ തിരിഞ്ഞു നോക്കാത്ത, ആരുടെയും സഹായത്തിന് വേണ്ടി നിലവിളിച്ചാൽ മാതാപിതാക്കൾ മക്കളെ കണ്ടാൽ ഗണിക്കാത്ത, മക്കള് മാതാപിതാക്കളെ കണ്ടാൽ ചിരപരിചിത ഭാവം നടിക്കാത്ത, ലോകത്താർക്കും അള്ളാഹു പറയുകയാണ്, നല്ല ഹൃദയത്തോടെ തെളിഞ്ഞ മാനസത്തോടെ നടന്നു വരുന്നവരല്ലാതെ ലോകത്തൊരു മനുഷ്യന്റെ സമ്പത്തോ സന്താനമോ അവന്റെ പ്രതാപമോ പ്രസിദ്ധിയോ അധികാരമോ അലങ്കാരമോ ഒന്നും പ്രയോജനപ്പെടാതെ അവൻ മുഴുവനും ഓടി പാഞ്ഞു നടക്കുന്ന ഒരു കാലം, ആ കാലമാണ് മഹിഷറ എന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. അള്ളാഹു പറയുകയാണ്, നാളെ പരലോകത്താണ് ഏറ്റവും വലിയ പ്രയാസം. ഞാൻ പറഞ്ഞതല്ല, അള്ളാഹു തന്നെ പറയുകയാണ്, ഇന്നല്ലദീന സബഖത് ലഹും മിനൽ ഹുസ്നാ ഉലൈക അൻഹാ മുബഅദൂൻ ലാ യസ്മഊന ഹസീസഹാ വഹും ഫീമാ ഇസ്തഹത് അൻഫുസുഹും ഖാലിദൂൻ. അല്ലാഹു പറയുകയാണ്, ഇന്നല്ലദീന സബഖത് ലഹും മിനൽ ഹുസ്നാ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണിത്. നന്മ ചെയ്യാൻ വേണ്ടി ഓടി നടന്നവർ, അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ, എവിടെയാണ് നന്മ, എവിടെയാണ് പ്രതിഫലം കിട്ടുക, എവിടെയാണ് അള്ളാഹുവിന്റെ പരലോകത്ത് നടന്നു ചെല്ലാൻ പരലോകത്ത് പ്രയോജനം കിട്ടുന്ന നന്മ എവിടെയാ? അതിൽ മനസ്സമാക്കാൻ വേണ്ടി ഇന്നല്ലദീന സബഖത് ലഹും മിനൽ ഹുസ്നാ, എനിക്കൊരു നന്മ ചെയ്യാൻ കഴിയുമോ, പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യം ചെയ്യാൻ കഴിയുമോ എന്ന് പരലോകത്തിന് വേണ്ടി ഭൂമിയിൽ പാഞ്ഞു നടന്നവര്, സഹോദരങ്ങളെ, ഭൂമിയിൽ പാഞ്ഞു നടക്കേണ്ടത് എന്തിനു വേണ്ടിയാ? ഈ ദുനിയാവിലെ ജീവിതത്തിന്റെ രണ്ടറ്റം തമ്മിൽ കുട്ടിമുട്ടിക്കാൻ വേണ്ടി മാത്രമല്ല, സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ മത്സരിക്കാനല്ല, സമ്പത്തിന്റെ കാര്യത്തിൽ മത്സരിക്കാനല്ല, അധികാരത്തിന്റെ കാര്യത്തിൽ മത്സരിക്കാനല്ല. അല്ലാഹു പറയുകയാണ്, ഭൂമിയിൽ ഒരേ ഒരു കാര്യത്തിലെ മത്സരം പാടുള്ളൂ. ആ മത്സരം ഏതെന്നറിയോ? അത് കബഡി മത്സരമല്ല, ഫുട്ബോൾ ഭ്രാന്തല്ല. അല്ലാഹു പറയുകയാണ്, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോ ചെറുപ്പക്കാരാ, മത്സരമുണ്ടോ, മത്സരമുണ്ടോ, മത്സരമുണ്ടോ? ഒരൊറ്റ കാര്യത്തിലേ മത്സരം പാടുള്ളൂ. ഒരുത്തനേക്കാൾ എനിക്ക് വലുതാകണമെന്നുള്ള മത്സരം, അവനേക്കാൾ എനിക്ക് മുകളിലാകണമെന്ന മത്സരം. ആ മത്സരമാണല്ലോ മനുഷ്യന്റെ അത്യാഗ്രഹം.
കൂടെ നടക്കുന്നവരെയും വലിച്ചു താഴെയിട്ട് അവന്റെ മുകളിൽ ചവിട്ടിയിട്ട് മുമ്പോട്ട് പോകാനുള്ള മത്സരം. മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം അവിടെയാണ്. കൂടെ നിൽക്കുന്നവരെയും പുറകെ നിന്ന് കാലുകൊണ്ട് വലിച്ചു താഴെയിട്ട് അവന്റെ നെഞ്ചിൽ ചവിട്ടിയിട്ട് എനിക്ക് മറുഭാഗത്തെത്തണമെന്ന അത്യാഗ്രഹത്തിന്റെ മത്സരം. എല്ലാവരുടെയും മുമ്പിൽ ഞാനാകണമെന്ന മത്സരം. അല്ലാഹു പറയാണ്, മത്സരമുണ്ടോ ഈ ഭൂമി ലോകത്ത്? മത്സരമുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയാ, മത്സരിക്കേണ്ടത് എവിടെയാ? ഇന്നല്ലദീന സബഖത്തിലഹും മിന്നൽ ഹുസ്നാ. എവിടെയാണോ സൽക്കർമ്മം ഉണ്ടാവുക, എവിടെയാണോ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോ എവിടെയാണോ എനിക്കൊരു നന്മ ചെയ്യാൻ കഴിയുക, ആ നന്മയുടെ ഭാഗത്തേക്ക് മത്സരിക്കുക. അവൻ ചെയ്തതിനേക്കാൾ നന്മ എനിക്ക് ചെയ്യണം, അവനെ എനിക്ക് മുൻകടക്കണം, അവനെ എനിക്ക് നന്മയുടെ കാര്യത്തിൽ മുൻകടക്കണം. അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ മത്സരം വേണ്ടത് എവിടെയാ? രാഷ്ട്രീയ പാർട്ടികളുടെ ഏറ്റവും വലിയ മെമ്പർഷിപ്പ് കൂട്ടുന്നതിലല്ല, മൈൽ സ്റ്റോൺ ഉണ്ടാക്കുന്നതിലല്ല, സ്റ്റാൻഡ് ഉണ്ടാക്കുന്നതിലല്ല. അല്ലാഹു പറയുകയാണ്, ഹുസ്നാ. എവിടെയാണോ നന്മ, ആ നന്മയുടെ കാര്യത്തിൽ മത്സരിക്കാനുണ്ടോ? അബൂബക്കർ റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും തമ്മിലൊരു വല്ലാത്ത മത്സരം ഉണ്ടായിരുന്നു. എന്ത് കാര്യത്തിലാ? അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു തആല അൻഹു തമ്മിൽ മത്സരം ഉണ്ടായിരുന്നു. എന്ത് കാര്യത്തിലാ? ഏത് കാര്യത്തിലാ? നമുക്ക് വല്ലാത്ത മത്സരമാ. ആ മത്സരത്തിന്റെ ഇടയിൽ വാപ്പാനാണ് വാപ്പാനെ തള്ളി താഴെ ഇടുക, ഉമ്മയാണെങ്കിൽ ഉമ്മാനെ തള്ളി താഴെ ഇടുക. മക്കളാണോ, മക്കളെ വെച്ചിട്ടും എനിക്ക് ഞാൻ കൂടെ നിൽക്കുന്നവനാണ് അവനെ തള്ളി താഴെ ഇടുക. അവനവന്റെ മത്സരത്തിന്റെ വേദിയായി ലോകം മാറി. അള്ളാഹു നമ്മുടെ മനസ്സിൽ നിന്ന് അത് മാറ്റി തരട്ടെ. കൂടെ നിൽക്കണം, വാപ്പാനെ കളഞ്ഞിട്ടാണെങ്കിലും വേണ്ടില്ല, മോനാരാവണം, മത്സരിക്കണം. ബന്ധങ്ങൾക്ക് പ്രസക്തിയില്ല. കൂടെ നിൽക്കുന്നവനെ തള്ളി പറയുക, ചതിക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം ഇങ്ങോട്ട് നോക്ക്. പറയണ കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ടതാണ്. സൂറത്തിൽ ഫാത്തിഹ കഴിഞ്ഞാൽ ആദ്യത്തെ സൂറത്ത് ഏതാ ഖുർആനിലെ? ആദ്യത്തെ സൂറത്ത് ഏതാ? ഉറക്കം പറ. ആദ്യത്തെ സൂറത്ത് ഏതാ? സൂറത്തുൽ ബഖറ. അലിഫ് ലാം മീം ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. ആദ്യത്തെ 5 ആയത്തുകൾ മുഅ്മിനീങ്ങളെ കുറിച്ച് സൂറത്തുൽ ബഖറയിലെ ഖുർആനിലെ ഫാത്തിഹയിലെ ആദ്യത്തെ സൂറത്തിന്റെ ആദ്യത്തെ 5 ആയത്ത് ആരെ കുറിച്ചാ? മുഅ്മിനീങ്ങളെ കുറിച്ച്. പിന്നെ 2 ആയത്ത് ആരെ കുറിച്ചാ? ഇന്നല്ലദീന കഫറൂ സവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിറുഹും ലാ യുഅ്മിനൂൻ ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവ വലഹും അദാബുൻ അദീം. പിന്നെ 2 ആയത്ത് കാഫിരീങ്ങളെ കുറിച്ച്. ശ്രദ്ധിച്ചു കേൾക്ക്, ഇങ്ങോട്ട് നോക്ക്. ആദ്യത്തെ 5 ആയത്ത് മുഅ്മിനീങ്ങളെ കുറിച്ച്, പിന്നെ 2 ആയത്ത് അവിശ്വാസികളെ കുറിച്ച്, പിന്നെ 11 ആയത്ത് കപട വിശ്വാസികളെ കുറിച്ച്, കൂടെ നിന്നിട്ട് ചതിക്കുന്നവനെ കുറിച്ച്. അപ്പൊ ഏറ്റവും ബാധകം ഏതാ? ഇങ്ങോട്ട് നോക്ക് മനുഷ്യന്മാര്. ഖുർആൻ ഇങ്ങനെ വെച്ചിട്ട് അങ്ങോട്ട് ഓതിപ്പോയാൽ പോരാ, അതിന്റെ ഇടയിൽ പഠിക്കാൻ ഒത്തിരി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഖുർആൻ തന്നെ പറയുന്നത്. ഖുർആനിൽ നിന്ന് വിട്ടിട്ട് വേറെ സംസാരിക്കാൻ ഇല്ലല്ലോ. ആദ്യത്തെ 5 ആയത്ത് ഈമാനുള്ളവരെ കുറിച്ച്, ഇന്നല്ലദീന കഫറു മുതൽ 2 ആയത്ത് അവിശ്വാസികളെ കുറിച്ച്, പിന്നെ 11 ആയത്ത് അവിടെയും കൂടും ഇവിടെയും കൂടും അവനെ കുറിച്ച്. അപ്പൊ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടപ്പെടാത്ത ജോലി ഏതാ? അള്ളാഹുവിന്റെ പഠിക്കും മനുഷ്യന്മാര് അള്ളാഹ് വെച്ച തർത്തീബായത്, അള്ളാഹ് വെച്ച തർത്തീബാണിത്. അപ്പൊ അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെടാത്ത സാധനം ഏതാ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അത് വാപ്പാനെ ആണെങ്കിലും വേണ്ടില്ല, ഉമ്മാനെ ആണെങ്കിലും വേണ്ടില്ല, ആരെയും ചവിട്ടി താഴ്ത്തുക, എനിക്ക് മുകളിലെത്താൻ പറ്റുക. മത്സരിക്കേണ്ടത് ഇവിടെയാ.
മത്സരിക്കേണ്ടത് എവിടെയാ? യഥാർത്ഥത്തിൽ മത്സരമുണ്ടാകണം. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാ പറയുക. അബൂബക്കർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഭാഷണം മുടങ്ങി. അല്ലാഹുവിന്റെ റസൂലിന്റെ മസ്ജിദുൻ നബവിയിലെ പ്രഭാഷണം മുടങ്ങി. സഹാബ, അല്ലാഹുവിന്റെ ദീനിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാണ്. ഈ ദീനിനെ സംരക്ഷിക്കാൻ ആരുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ പോയിട്ട് ഈ ദീനിന് വേണ്ടി സദഖ എടുത്തുകൊണ്ട് വരിക. ആ സമയത്താണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ വഅദിന്റെ സദസ്സിൽ നിന്ന് ഇറങ്ങിയോട് നേരെ വീട്ടിലോട്ട് പോയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തെന്നറിയോ? എപ്പോഴും സദഖ ചെയ്യുന്ന കാര്യത്തിൽ അബൂബക്കറിനെ തോൽപ്പിക്കുകയാ. ഇന്നെനിക്ക് ജയിക്കണം, ഇന്നെനിക്ക് അബൂബക്കറിനോട് മത്സരിക്കണം റളിയല്ലാഹു അൻഹു. വീട്ടിൽ പോയിട്ട് മുഴുവൻ സ്വത്തുക്കളും എടുത്തു. എന്നിട്ട് രണ്ടായിട്ട് ഭാഗിച്ചു. നേർപകുതി തന്റെ കുടുംബത്തിന് വേണ്ടി മാറ്റി വെച്ചു. മറ്റേ നേർപകുതിയുമായി ഇലാ ഹദറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ ചാരത്തെത്തി. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് തന്റെ സ്വത്തിന്റെ നേർപകുതി ഒരൊറ്റ വയത് കേട്ടപ്പോ, ഒരൊറ്റ പ്രഭാഷണം കേട്ടപ്പോ തന്റെ സമ്പത്തിന്റെ നേർപകുതി കൊണ്ടുവന്ന് റസൂലുള്ളാഹിയുടെ മുമ്പിൽ കൊടുത്തിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എത്രയാ റസൂലല്ലാഹ്, എന്റെ സമ്പത്തിന്റെ നേർപകുതിയാണ് നബിയേ. ഉമറേ ഉമറേ ഉമറേ, എന്റെ വീട്ടിലേക്ക് നീ എന്താണ് മാറ്റിവെച്ചത്? നിന്റെ നേർപകുതി മാറ്റിവെച്ചിട്ടുണ്ട് നബിയേ. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉമറേ, നിനക്ക് സ്വർഗ്ഗമുണ്ട്, നിനക്ക് സ്വർഗ്ഗമുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഉമർ റളിയല്ലാഹു അൻഹു നിൽക്കുകയാണ്. ഇന്ന് അബൂബക്കറിനെ ഞാൻ തോൽപ്പിക്കും, ഇന്ന് അബൂബക്കറിനോട് മത്സരമാണ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ എന്റെ മുമ്പിൽ തോറ്റുതുന്നം പാടും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതാ സ്വന്തം വീട്ടിൽ നിന്ന് അരി വെക്കുന്ന, ഭക്ഷണം വെക്കുന്ന കലമടക്കമുള്ള സ്വന്തം പത്തിരി ചുടുന്ന അടുപ്പ് പോലും തലയിൽ ചുമന്നുകൊണ്ട് അതാ സയ്യിദിനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചരിത്രത്തിൽ മറക്കാത്ത സംഭവമല്ലേ. വീട്ടിൽ അടുപ്പത്തിരുന്നിട്ട് റൊട്ടി ചുടുന്ന അടുപ്പ് പോലും തലയിലെടുത്ത് വെച്ചിട്ട് വെള്ളം കോരുന്ന തുകൽ പാത്രം പോലും കയ്യിൽ തൂക്കി അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട്, നബിയേ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയല്ലയോ? ഇതാ നബിയേ, എന്റെ വീട്ടിലുള്ളവരെല്ലാം ഞാനിതാ കൊണ്ടുവന്ന് കഴിഞ്ഞു. അബൂബക്കറേ, അബൂബക്കറേ, നിന്റെ വീടിന് വേണ്ടി, നിന്റെ ഭാര്യക്ക് വേണ്ടി, നിന്റെ മക്കൾക്ക് വേണ്ടി എന്താണ് നീ മാറ്റി വെച്ചത് അബൂബക്കറേ? യാ റസൂലല്ലാഹ്, എനിക്കും എന്റെ കുടുംബത്തിനും അല്ലാഹു റസൂലുഹേ, അല്ലാഹുവും അവന്റെ പ്രവാചകനും മതി നബിയേ. എന്റെ വീട്ടിൽ ഇനി മറ്റൊന്നും ആവശ്യമില്ല. അള്ളയുണ്ടെങ്കിൽ, അള്ളയുണ്ടെങ്കിൽ, അങ്ങുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ തിരുകൂടര് എന്റെ വീടിന് ബാക്കിയുള്ള ജീവിതത്തിന് വേണ്ടി അങ്ങ് മതി നബിയേ. ഇനി എന്റെ വീട്ടിലെ കത്തിച്ചു വെച്ചിരിക്കുന്ന മണ്ണെണ്ണ വിളക്ക് പോലും, കത്തിച്ചു വെച്ചിരുന്ന വിളക്ക് പോലും അബൂബക്കർ റളിയല്ലാഹു അൻഹു എടുത്തുകൊണ്ടുവന്നു. നബിയെ, അങ്ങ് മതി നബിയെ, അങ്ങ് ഞങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇനി ഒരു വിളക്കെന്തിനാ? ഇന്ന ബൈതന അന്ത സാകിനുഹു ലൈസ മുഹ്താദന ഇലാ സുറുദി, ഇന്ന ബൈതന അന്ത സാകിനുഹു ലൈസ മുഹ്താദന ഇലാ സുറുദി. അങ്ങന്റെ വീട്ടിലെ താമസക്കാരനായാൽ, അങ്ങന്റെ ഗേഹത്തിലേക്ക് കടന്നു വന്നാൽ പിന്നെ ഒരു വിളക്കിന്റെ ആവശ്യം എന്തിനേ തിരുദൂതര്? സഹാബത്ത് തമ്മിൽ മത്സരമുണ്ടായി. എന്തിനെന്നറിയോ? സദഖ കൊടുക്കുന്ന കാര്യത്തിൽ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പോകുന്ന കാര്യത്തിൽ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് മത്സരമുണ്ടാവണം.